ഏവർക്കും നമസ്കാരം. മേടം മുതൽ മീനം വരെയുള്ള 12 രാശിജാതർക്കും അതിലെ നക്ഷത്രജാതർക്കും ഏപ്രിൽ മാസം അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളാണ് ഇന്ന് ഈ പരമ്പരയിൽ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യുന്നത്. ഓരോ മാസത്തിലും എന്തെങ്കിലും സവിശേഷതകൾ ഉണ്ടാകാറുണ്ട്. ഏപ്രിൽ മാസത്തിൽ വളരെ അപൂർവമായ ഒരു സവിശേഷത എന്ന് പറയാവുന്നത് മീനരാശിയിലെ ഗ്രഹബാഹുല്യമാണ്. ഏപ്രിൽ 14 വരെയും 5 ഗ്രഹങ്ങളാണ് മീനരാശിയിൽ സഞ്ചരിക്കുന്നത്. സൂര്യൻ, ബുധൻ, ശുക്രൻ, ശനി, രാഹു എന്നിവയാണ് ആ 5 ഗ്രഹങ്ങൾ. തുടർന്ന് ഏപ്രിൽ 14 തീയതി മുതൽ സൂര്യൻ മേടത്തിൽ പ്രവേശിക്കുന്നു. തുടർന്ന് 4 ഗ്രഹങ്ങളാണ് മീനരാശിയിൽ സഞ്ചരിക്കുക. രണ്ടാമത്തെ സവിശേഷത എന്നത് മാർച്ച് മാസം ഒടുവിൽ, അതായത് 29 തീയതി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിച്ച ശനി ഈ മാസം മുതൽ പലർക്കും അനുഗ്രഹങ്ങൾ നൽകുന്നു. എന്നാൽ ആ രംഗപ്രവേശം ചിലർക്ക് പ്രതികൂലമായും ഭവിക്കുന്നു. മൂന്നാമത്തെ സവിശേഷത, സൂര്യൻ ഏപ്രിൽ 14 തീയതി മുതൽ വളരെ ബലവാനായി തൻ്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു എന്നതാണ്. നാലാമതായി ചൊവ്വ ഈ മാസം 3 തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു. തുടർന്ന് 60 അധികം ദിവസങ്ങൾ ചൊവ്വ ഈ നീചരാശിയിൽ സഞ്ചാരം തുടരുകയും ചെയ്യുന്നു. ചൊവ്വയുടെ ഈ നീചരാശിയിലുള്ള സഞ്ചാരം ചിലർക്ക് ദുരിതങ്ങളെ കൂടിയ അളവിൽ നൽകാവുന്നതാണ്. അപ്പോൾ ഏപ്രിൽ മാസം ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. സൂര്യൻ ഏപ്രിൽ 13 വരെയും മീനത്തിലും തുടർന്ന് ഏപ്രിൽ 14 തീയതി മുതൽ ഉച്ചരാശിയായ മേടത്തിലും സഞ്ചരിക്കുന്നു. ചൊവ്വ ഏപ്രിൽ 2 തീയതി വരെയും മിഥുനത്തിലും തുടർന്ന് 3 തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിലും സഞ്ചരിക്കുന്നു. ബുധൻ ഏപ്രിൽ മാസം മുഴുവനും മീനരാശിയിൽ സഞ്ചരിക്കുന്നു. വ്യാഴം ഇടവരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. മെയ് 14 തീയതി മുതൽ വ്യാഴം മിഥുനക്കൂറിലേക്ക് മാറുന്നു എന്ന് അറിയുക. സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ഈ മാറ്റവും പല രാശികൾക്കും സൗഭാഗ്യവും അതേസമയം ചില രാശിക്കാർക്ക് ദോഷകരമായും ഭവിക്കാം. അതേക്കുറിച്ച് വിശദമായ വീഡിയോ ഈ ചാനൽ മാന്യപ്രേക്ഷകരുമായി ഉടൻ തന്നെ പങ്കുവയ്ക്കുന്നതാണ്. ശുക്രൻ ഏപ്രിൽ മാസം മുഴുവനും തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ പ്രബലനായി സഞ്ചരിക്കുന്നു. ശനി ഈ മാസം തൊട്ട് വ്യാഴക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു. രാഹുകേതുക്കൾ യഥാക്രമം മീനരാശിയിലും കന്നിരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഇന്ന് ഇടവക്കൂറുകാർക്ക് ഏപ്രിൽ മാസം എന്തെല്ലാം അനുഭവങ്ങളാകും വന്നു ചേരുക എന്ന് പരിശോധിക്കാം. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ആദ്യമായി സൂര്യൻ ഈ കൂറുകാരുടെ 11, 12 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ഏപ്രിൽ 13 വരെയും ഈ കൂറുകാരുടെ 11ാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകും. സർവാഭീഷ്ടസ്ഥാനമായ 11ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങളെ നൽകുന്നു. ധനപരമായ ഉയർച്ച, അപ്രതീക്ഷിതമായ ധനാഗമം, സർവകാര്യ വിജയം, സർവാഭീഷ്ടസിദ്ധി എന്നിവയെ എല്ലാം സൂര്യൻ നൽകും. മാത്രമല്ല സൂര്യൻ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ രോഗമുക്തി, ശാരീരികമായ സൗഖ്യം, മനസ്സുഖം, കുടുംബത്തിൽ ക്ഷേമം എന്നിവയെയും നൽകും. എന്നാൽ തുടർന്ന് 14 തീയതി മുതൽ സൂര്യൻ തൻ്റെ അനിഷ്ടഭാവമായ 12ലേക്ക് പ്രവേശിക്കുമ്പോൾ അത് അപ്രതീക്ഷിതമായ ചിലവുകൾ, ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനാകാത്ത ദൂരയാത്രകൾ, അലച്ചിൽ, അതുമൂലമുള്ള ധനച്ചെലവുകൾ എന്നിവയ്ക്ക് സാധ്യതകളെ സൃഷ്ടിക്കാം. ഇടവക്കൂറുകാരുടെ സുഖസ്ഥാനമായ 4ാം ഭാവാധിപനാണ് സൂര്യൻ എന്നതിനാൽ സൂര്യൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ക്ഷേമം, സൗഖ്യം, ബന്ധുമിത്രാദികൾ തമ്മിൽ ഐക്യം, സ്നേഹം, സമാധാനം, വാഹനയോഗം എന്നിവയെ എല്ലാം നൽകും. എന്നാൽ 14 തീയതി മുതൽ 12ലേക്ക് പ്രവേശിക്കുമ്പോൾ അത് കുടുംബത്തിൽ ചില സ്വാരസ്യങ്ങൾ, രോഗാരിഷ്ടതകൾ എന്നിവയ്ക്കും സാധ്യതകളെ സൃഷ്ടിക്കാം. ഈ കൂറുകാരുടെ രാശിയാധിപനായ ശുക്രൻ ഈ മാസം സർവാഭീഷ്ടസ്ഥാനം എന്നറിയപ്പെടുന്ന 11ാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക. ശുക്രൻ 11ൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. പല സ്രോതസ്സുകളിൽ നിന്നും ധനം ശുക്രൻ 11ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാറുണ്ട്. കൂടാതെ ഈ സമയത്ത് ഈ കൂറുകാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാൻ അനുയോജ്യമായ സമയമാണ് ഇത് എന്നും അറിയുക. പ്രണയ ദാമ്പത്യ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും സുദൃഢം ആകും.
ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് കർമ്മപുഷ്ടി, അംഗീകാരം എന്നിവയെ ശുക്രൻ ഇവർക്ക് നൽകും. ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഈ സമയം ഏറെ അനുകൂലം ആകും. ശാരീരികമായും മാനസികമായും ക്ഷേമം, സുഖം, സന്തോഷം, സമാധാനം എന്നിവയെ 11 ശുക്രൻ നൽകും. 6-ാം ഭാവാധിപത്യവും ശുക്രൻ വഹിക്കുന്നു എന്നതിനാൽ ഈ സമയത്ത് ഈ കൂറുകാരുടെ ശത്രുക്കൾ നിഷ്പ്രഭർ ആകും. കടങ്ങൾ, ശത്രുശല്യം, രോഗങ്ങൾ തുടങ്ങിയ പ്രതിസന്ധികൾ ഒന്നും തന്നെ ഇവർക്ക് വെല്ലുവിളികൾ ആകില്ല. ചൊവ്വ ഈ മാസം ഏറിയ കൂറും ഈ കൂറുകാരുടെ ഇഷ്ടഭാവമായ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 3-ാം ഭാവത്തിലൂടെ കുജൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ ഗുണാനുഭവങ്ങളെ ഈ കൂറുകാർക്ക് നൽകും. 3-ാം ഭാവം എന്നത് പരാക്രമം, ക്രിയാത്മകത, ധൈര്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു. തൽഫലമായി നല്ല മനോബലം, ഊർജം, ആത്മവിശ്വാസം എന്നിവ ഇക്കാലയളവിൽ ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ധനലാഭം, ദ്രവ്യലാഭം, ശത്രുനാശം എന്നിവയും ചൊവ്വ 3-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ്. ശാരീരികമായ ആരോഗ്യവും മനസ്സുഖവും കുടുംബസുഖവും ഇവർക്ക് ഇക്കാലയളവിൽ ഉണ്ടാകും. ഇടവക്കൂറുകാരുടെ സർവാഭീഷ്ടസ്ഥാനമായ 11-ാം ഭാവത്തിൽ കൂടിയാകും ബുധൻ ഈ മാസം സഞ്ചരിക്കുക. ഈ 11-ൽ ബുധൻ സഞ്ചരിക്കുന്നത് വളരെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക. 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ സർവകാര്യ വിജയം, അഭീഷ്ടസിദ്ധി, മുടങ്ങിക്കിടന്ന സംരംഭങ്ങൾക്കും ആശയങ്ങൾക്കും പുത്തൻ ഉണർവ്, ഓജസ് എന്നിവയെ എല്ലാം നൽകും. ഇവർ തുടങ്ങിവെക്കുന്ന ഏത് പ്രവൃത്തിയും ഇക്കാലയളവിൽ ലക്ഷ്യം കൈവരിക്കും. കൂടാതെ ഭാഗ്യവർദ്ധനവ്, ഈശ്വരകടാക്ഷം, ഗുരുത്വം എന്നിവയും 11-ൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ്. ഈ കൂറുകാരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകും. ശുക്രനും വ്യാഴവും പരിവർത്തന യോഗം ചെയ്തു നിൽക്കുന്നു എന്നതിനാൽ ധനാഗമം, വിവേകം, ബുദ്ധി എന്നിവയെല്ലാം വ്യാഴം ഇവർക്ക് നൽകും. ഗുരു ഈ കൂറുകാരുടെ 11-ാം ഭാവാധിപൻ ആകയാൽ ഇവർക്ക് അഭീഷ്ടസിദ്ധി, പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം എന്നിവയെയും വ്യാഴം നൽകും. ഈ മാസം തൊട്ട് ഈ കൂറുകാർക്ക് ഏറ്റവും അനുഗ്രഹങ്ങൾ നൽകുവാൻ തുടങ്ങുന്ന ഗ്രഹം ശനിയാകുന്നു. കഴിഞ്ഞ 2.5 വർഷമായി കണ്ടകശനി അനുഭവിച്ചു പോന്ന ഈ കൂറുകാരുടെ കണ്ടകശനി അവസാനിക്കുകയും ശനി ഏറ്റവും ശ്രേഷ്ഠഭാവമായ 11-ാം ഭാവത്തിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്ന മാസമാണ് ഇത്. 11-ൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ സർവകാര്യ വിജയം, അഭീഷ്ടസിദ്ധി എന്നിവയെ എല്ലാം നൽകും. കൂടാതെ ധനാഗമങ്ങളുടെ ഭാവം എന്ന് അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ ഉന്നതി, സാമ്പത്തിക ഭദ്രത, ബിസിനസ്സിൽ ലാഭം, ധനലാഭം, പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം എന്നിവയെ എല്ലാം നൽകും. കൂടാതെ ശനി എന്നത് ഈ കൂറുകാരുടെ ഭാഗ്യാധിപനും കർമാധിപനുമാകയാൽ ഇവർക്ക് ഈശ്വരകടാക്ഷവും ഭാഗ്യവർദ്ധനവും ഉണ്ടാകുന്നു. കൂടാതെ കർമ്മരംഗത്തെ പ്രതിസന്ധികൾ എല്ലാം ഒഴിഞ്ഞ് കർമ്മപുഷ്ടി കൈവരുന്നു. ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഏറെ അനുയോജ്യവും അനുകൂലവുമായ കാലത്തിലേക്കാണ് ഈ കൂറുകാർ പ്രവേശിക്കുന്നത്. അപ്പോൾ ഇടവക്കൂറുകാർക്ക് സൂര്യൻ, ശനി, ബുധൻ, ശുക്രൻ, രാഹു എന്നീ 5 ഗ്രഹങ്ങളും അനുകൂലരായി 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഈ മാസം ഏറെ അപൂർവമായ ഒരു മാസമാകുന്നു. 11-ൽ സർവ്വഗ്രഹങ്ങളും ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങളും സൗഭാഗ്യങ്ങളും നൽകുന്നു. അതുകൊണ്ട് തന്നെ ഇടവക്കൂറുകാർക്ക് ഈ മാസം ഉജ്ജ്വലമായ ഒരു മാസമായി ഭവിക്കുന്നു. അപ്പോൾ ഇടവക്കൂറുകാർക്ക് ഏപ്രിൽ മാസത്തിൽ മേൽപ്പറഞ്ഞ അനുഭവങ്ങൾ ജീവിതത്തിൽ വരാം. ഗ്രഹനിലയിലുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുകയും ചെയ്യാം. ഈ വിവരണം നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.